ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്തു വരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി നീതികേട് പ്രവർത്തിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ കണ്ടെത്തുന്നവർക്ക്, ദൈവത്തെ വിശ്വസിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു വിശുദ്ധ പ്രമാണമുണ്ട്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും വഷളന്മാരായി നടക്കുവാൻ കഴിയുകയില്ല. അവർ വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കും. അവർ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തും. അവർ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്തെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കും. എന്നാൽ ദൈവമില്ല എന്ന് സ്ഥാപിക്കുന്നവർ, പറയുന്നവർ, തിരുവെഴുത്ത് പറയുന്നു, മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, അവർക്ക് വിശുദ്ധ കൽപ്പനകളില്ലാത്തത് കൊണ്ട് അവർ വഷളത്വം പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. ദൈവത്തെ എങ്ങനെ കണ്ടെത്താം? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ, വിശുദ്ധ വേദപുസ്തകം പ്രസ്താവിക്കുന്ന യഹോവ സത്യദൈവമാണോ, യേശുക്രിസ്തു രക്ഷകനാണോ, ദൈവപുത്രനാണോ എന്നൊക്കെ അറിയാൻ നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ തിരുവെഴുത്ത് ഉറപ്പ് തരികയാണ്, നിങ്ങൾ കണ്ടെത്തും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. നിങ്ങൾക്ക് ജീവനുണ്ടാകും. ആ അന്വേഷണത്തിൽ നിങ്ങളുടെ ജീവൻ വ്യാപരിക്കും. ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ചൈതന്യമുണ്ടാകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്തു വരും. വിശുദ്ധ വേദപുസ്തകത്തോട് അടുത്തു വന്നാൽ, അന്വേഷണ മനോഭാവത്തോട് അടുത്തു വന്നാൽ ദൈവം നിങ്ങളോടും അടുത്തു വരും. ദൈവം നിങ്ങളോട് സംസാരിക്കും. തിരുവചനം നിങ്ങളെ സ്പർശിക്കും, നിങ്ങളെ വിവേചിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അത്ര ശക്തിയുണ്ട് വചനത്തിന്. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. പിന്നെയും തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എങ്ങനെ അടുത്തു ചെല്ലണം? നിങ്ങൾ യാചിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ പ്രാർത്ഥനയിൽ അടുത്തു വന്നാൽ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. അതെ, ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ വിശ്വാസത്തോടെ വന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിച്ച് ദൈവത്തിൽ നിന്നുള്ള മറുപടിക്കായി നിങ്ങൾ കാത്തിരുന്നാൽ ഒരു കതകിൽ മുട്ടുന്നത് പോലെ നിങ്ങൾ ദൈവത്തോട് പ്രതികരിക്കുകയും ദൈവത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുകയും ചെയ്താൽ തിരുവെഴുത്ത് പറയുന്നു, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളുടെ അനുഭവമാണ്, ആയിരങ്ങളുടെ അനുഭവമാണ്. ജീവനുള്ള സാക്ഷികളുണ്ട് ഇവിടെ. ദൈവം ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സൗഖ്യമാക്കുന്നുണ്ട്, വിടുവിക്കുന്നുണ്ട്, ജീവിപ്പിക്കുന്നുണ്ട്, പുതുവഴികൾ തുറക്കുന്നുണ്ട്, പ്രത്യാശ നൽകുന്നുണ്ട്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ ദൈവം നിങ്ങളുടെ അടുത്ത് വരും. ദൈവം നിങ്ങളുടെ അടുത്ത് വരുന്നത് മറക്കുവാനാകാത്തൊരു നിമിഷമായിരിക്കും. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത, അനുഭവിക്കാത്ത
ഒരു സന്തോഷമായിരിക്കും അത്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നുചെല്ലാം. നിങ്ങൾ നിരാശപ്പെടുകയില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.